ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തു. അപ്പോൾ അത് എല്ലാവരും കട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കൈയാണ്. അപ്പോൾ കൈ കട്ട് ചെയ്യാൻ നമുക്ക് ഈ മെറ്റീരിയലിൽ ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും മടക്കിയതിന് ശേഷം ബാക്കി ഈ ഒരു വിധത്തിലുള്ള തുണിയേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് കൈക്ക് മതിയാവില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഈ നമ്മൾ താഴ്വീതിക്കനുസരിച്ച് മടക്കിയപ്പം സൈഡിൽ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു പീസ് നീളത്തിലുണ്ട്. അപ്പോൾ ഈ പീസ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് കൈ എടുക്കേണ്ടി വരും. പക്ഷേ ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഇത് തന്നെ കിട്ടും, കാരണം അത് ഇങ്ങനെ മടക്കിയാൽ മതി. ഹാഫ് സ്ലീവ് ആണെങ്കിൽ നമ്മളിതെടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ 4ആയി മടക്കിയാൽ നമുക്ക് ഹാഫ് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഫുൾ സ്ലീവിന് ഇത് പറ്റൂല. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ പീസ് താഴെ ജോയിൻ ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ കുറേ വ്യത്യാസം വരും ഫുൾ സ്ലീവ് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്ത കൈ എടുക്കേണ്ടി വരും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ പിന്നെ പല ടോപ്പിൻ്റെ ഫുൾ സ്ലീവ് കയ്യിൽ ഇനി ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻറ്റ്. അപ്പോൾ ആ ജോയിൻ്റുള്ള കൈ എങ്ങനെ എടുക്കൽ എന്നുള്ളത് ഞാൻ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു തുണിയിൽ പിന്നെ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് കൈ എടുക്കുന്നതെന്നുള്ള ആ ഒരു രൂപത്തിൽ തന്നെ ജോയിൻ്റ് ഇല്ലാത്ത ഒരു കൈ എങ്ങനെയെന്നുള്ളത് വേറൊരു തുണിയിൽ കാണിച്ചു തരാം. അപ്പോൾ കൈയിൻ്റെ വീഡിയോ കൈയിൻ്റെ കട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണിയിൽ മാർക്ക് ചെയ്ത് വരച്ച് വീഡിയോ എടുത്തു. പക്ഷേ ഈ ഡിസൈനുള്ള തുണിയിൽ നിങ്ങൾക്കിത് ക്ലിയർ ആവാതായി പോകുമെന്നുള്ള സംശയം കൊണ്ട് അത് ഞാൻ മാറ്റി വെച്ച് പിന്നെ ഞാൻ വീണ്ടും ഒരു പേപ്പറിൽ, ഒരു പ്ലെയിൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കിങ് കാണിച്ചു തരാം, അല്ലെങ്കിൽ കട്ടിങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലെയിൻ പേപ്പർ എടുത്തതാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കൈയിൻ്റെ മീതവീതിക്കനുസരിച്ച് കൈ മടക്കുക. 4ആയിട്ടായിരിക്കണം മടക്കുന്നത്. അതായത് ഒരു പീസ് ആദ്യം ഇങ്ങനെ മടക്കി പിന്നെ വീണ്ടും ഒന്നും കൂടി മടക്കിയതാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ 4 ഇത് വേണം, 4 പീസ് കാണണം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മീതവീതിക്കനുസരിച്ച് മടക്കി ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാം. ലെങ്ത്ത് എത്രയും നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെയും മാർക്ക് ചെയ്യാം, ഈ സൈഡിലും മാർക്ക് ചെയ്യാം. ഈ 2 സൈഡിലും മാർക്ക് ചെയ്യുന്നത് നമുക്ക് ലൈൻ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് അത് വരച്ച് വെക്കാം. ഇനി അപ്പം ഫസ്റ്റ് മീതവീതിക്കനുസരിച്ച് മടക്കി, രണ്ടാമതായിട്ട് ലെങ്ത്ത് എടുത്തു. ഇനി മൂന്നാമതായിട്ട് ഇതിൻ്റെ താഴെ വീതി എടുക്കാം. താഴെ വീതി മാർക്ക് ചെയ്യാം. അപ്പോൾ ഏത് കൈയാണെങ്കിലും, ഫുൾ സ്ലീവ് ആണെങ്കിലും ഹാഫ് സ്ലീവ് ആണെങ്കിലും 3/4 ആണെങ്കിലും ആ താഴെ വീതി എത്രയാണ് ആ വരുന്നത് ലെങ്ത്തിൻ്റെ ലാസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നാലാമതായിട്ട് എടുക്കേണ്ടത് എന്താണ്, നമ്മൾ ആ ഓർഡറിൽ ഗ്രാഫിൽ നിങ്ങൾ നോക്കിക്കോ, ഗ്രാഫിൽ നാലാമതായിട്ടുള്ളത് നമുക്ക് ഈ ഓപ്പൺ സൈഡിൽ, അതായത് ഇത് ക്ലോസ്ഡ് ഭാഗമാണ്, ഇതാണ് ഓപ്പൺ സൈഡ്. ഈ ഓപ്പൺ സൈഡിൽ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 3.5 ഇഞ്ച് എന്തിനാണ്, നമ്മളെ ബോഡി പാർട്ടിൻ്റെ കൈക്കുഴിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കയ്യിൽ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 3.5 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ 1 ഇഞ്ച് നമ്മൾ ബോഡി പാർട്ടിൻ്റെ കൈക്കുഴിയിൽ ഇങ്ങനെ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗമാണിത്. സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം സ്ട്രെയിറ്റ് തന്നെ ഉണ്ടാവണം. അത് കേവൊക്കെ വരുമ്പോൾ അതിൻ്റെ അളവിൽ വ്യത്യാസം വരും, അതുകൊണ്ടാണ്. ഇനി ഇവിടുന്ന് ഈ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിൻ്റെ ഹാഫ്, ഏകദേശം ഹാഫ് എടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് 8.25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 8 കണക്കാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു 8.5 കണക്കാക്കാം. അങ്ങനെ അതിനൊന്ന് റൗണ്ട് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു പകുതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അവിടുന്ന് താഴെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം, മുകൾ ഭാഗത്തേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഒരു ആർക്ക് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കൂട്ടി ഇവിടെ എത്തുമ്പോൾ ഇതിനെ ടച്ച് ചെയ്യണം. ഈ നമ്മൾ ഹാഫ് മാർക്ക് ചെയ്ത് അവിടെ ടച്ച് ചെയ്യാം. പിന്നെ വീണ്ടും
കുറച്ച് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് ഇത് ജോയിൻ്റായി വരണം. പിന്നെ താഴെ ഭാഗത്തും ഇത് ഇങ്ങനെ. ഈ താഴെ എന്തിന് മീതെ എന്തിന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഈ താഴെ ഭാഗം എന്തിനാന്ന് പറഞ്ഞാൽ ഇത് 2 വരക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ നമ്മളെ കൈക്കുഴിയിൽ ഫ്രണ്ട് കൈക്കുഴിയും ബാക്ക് കൈക്കുഴിയും വ്യത്യാസമുണ്ട്. ബാക്ക് കൈക്കുഴിനേക്കാളും കൂടുതൽ കുഴിച്ചിട്ടാണ് ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൈക്കും ഫ്രണ്ടിലെ കൈൻ്റെ ഒരു കൈ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഫ്രണ്ടിലായിരിക്കും, ഒരു ഭാഗം ബാക്കിലായിരിക്കും. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം കൂടുതൽ കുഴിച്ചു കൊടുക്കണം കൈയിലും, അതായത് കൈക്കുഴിയിൽ കുഴിച്ച പോലെ തന്നെ കൈയിലും കൂടുതൽ കുഴിച്ചു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ താഴത്തേക്കുള്ളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ വരക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഈ മീതെ നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ താഴത്തത് ഇവിടത്തേക്ക് എത്തിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഈ മീതെ വരച്ച ആർക്കിൽ ഒരു 1.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇത് മീതെ വരച്ചതിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ നിന്നായിരിക്കണം ഇതിലേക്ക് ജോയിൻ്റ് ആവുന്നത്. ഇങ്ങനെ അത് മീതെ വരച്ച ആർക്കിന്ന് 1.5 ഇഞ്ച് എടുത്തിട്ട് അവിടെ നിന്നായിരിക്കണം ഇതിങ്ങനെ ജോയിൻ്റ് ആവുന്നത്. താഴെ ഈ ഭാഗത്ത് രണ്ടും ഒരേ സ്ഥലത്താണ്, പക്ഷെ ഇവിടെ മീതത്തെ ലൈന് ഇവിടെയും താഴത്തത് ഇതിലേക്കുമാണ് ജോയിൻ്റ് ആവേണ്ടത്. ഇനി നമുക്ക് ഈ മീത വീതിയും താഴെ വീതിയും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പലർക്കും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടുന്ന് ജോയിൻ ചെയ്യും, പക്ഷെ ഇവിടുന്നല്ല ജോയിൻ ചെയ്യേണ്ടത്, ഈ അറ്റത്തുനിന്ന് തന്നെയാണ്. നമ്മൾ കൈയിൻ്റെ വരച്ചത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതും തന്നെ താഴ്ന്ന മീത്തുന്ന ഇവിടുന്ന് വേണമെങ്കിലും നമുക്ക് എവിടെയാ എളുപ്പമായി തോന്നുന്ന അതുപോലെ കട്ട് ചെയ്യാം. പേപ്പർ കട്ട് ചെയ്യാനായതുകൊണ്ട് ചെറിയ കത്രിക എടുത്തതാണ്. നിങ്ങളും ശ്രദ്ധിക്കണം, കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പേപ്പറിൽ കട്ട് ചെയ്താൽ മറ്റേ കത്രികേൻ്റെ മൂർച്ച പെട്ടെന്ന് പോകും. അതുകൊണ്ട് പേപ്പർ കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ കത്രികയോ അല്ലെങ്കിൽ പഴയ കത്രികയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്യാം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഈ മീത വരച്ച ആർക്കിലൂടെ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ താഴെയും വരച്ചിട്ടുണ്ട് ഒന്ന്, അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പീസിനെ 1 നിവർത്തി കൊടുക്കാം. അതായത് 4 എന്നുള്ളത് 2 ആക്കാം. അപ്പോൾ 2 പീസായി. ഇനിയാണ് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ 2 ആക്കിയതിന് ശേഷം ഈ ഒരു സൈഡ് മാത്രം ഈ രണ്ടാമത് വരച്ച താഴെ കൂടി വരച്ച അതിലൂടെ കട്ട് ചെയ്യാം. ഇതൊന്നും ഇങ്ങനെ ക്രോസ് ഒന്നും ആവാതെ പോയിന്റഡ് ആവാതെ ജസ്റ്റ് ഒന്ന് കേവ് ആയിട്ട് തന്നെ കൊടുക്കണം. നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവും. അതായത് ഇത് ബാക്കിൽ നമ്മുടെ ബാക്ക് പാർട്ടിന് ജോയിൻ്റ് ആകേണ്ട ഭാഗം, ഇത് ഫ്രണ്ട് പാർട്ടിന് ജോയിൻ്റ് ആകേണ്ട ഭാഗമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പീസും കൂടി കട്ട് ചെയ്യാനുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കാൻ ഒരു പീസ് വേണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ബാക്കി വരുന്ന വേസ്റ്റ് തുണി ഉണ്ടാവുമല്ലോ, അതിനെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ 2 ആയിട്ട് മടക്കി കൊടുക്കാം. 2 ആയി മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ കഴുത്തുണ്ടല്ലോ, ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെയോ ബാക്ക് പാർട്ടിൻ്റെയോ ഏതാ കട്ട് ചെയ്ത കഴുത്ത് ഇതിന് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതായത് ഇതിപ്പോൾ മടക്കിയ ഭാഗമാണ്, ഇതും മടക്കിയ ഭാഗം. അപ്പോൾ ഇതിന് കണക്കായിട്ട് ഇത് വെച്ച് കൊടുക്കാം.
സൈഡൊക്കെ ഒരേപോലെ ഉണ്ടാവണം. ഇത് രണ്ടും ഒപ്പം നിൽക്കണം, ഇവിടെയും ഒപ്പം നിൽക്കണം. ഇനി നമുക്കിതിൽ വരച്ചു കൊടുക്കാം. അതായത് ഈ കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത ആ കഴുത്തിൻ്റെ അതേ അളവിൽ ഈ തുണിയിൽ നമ്മൾ വരച്ചു കൊടുക്കാം. ഇനി ഇതെടുക്കാം. ഇതെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കാം. ഇവിടെയും 2 ഇഞ്ച് എടുക്കാം. ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള പീസ് ഇത് കട്ട് ചെയ്ത് പോകുന്ന വാങ്ങണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള പീസ്. ഇനി നിങ്ങൾ റെഡിമെയ്ഡ് ചുരിദാറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് ഇങ്ങനെ അകത്തേക്ക് മടക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ 4 5 ഇഞ്ചൊക്കെ കൂട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ വെറുതെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ 2 ഇഞ്ചാകുമ്പോൾ നമ്മളൊന്നെങ്കിലും അടിക്കണം, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യണം. ഹെമ്മിങ് ചെയ്യേണ്ടതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി, ഞാൻ അത് കാണിച്ചു തരാം. അപ്പം 2 ഇഞ്ച് എടുത്താൽ നമ്മളത് മടക്കിയിട്ട് കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്യുകയോ അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് അടിക്കുകയോ ചെയ്യണം. പക്ഷെ വെറുതെ ഇട്ട് കൊടുക്കാനാണെങ്കിൽ ഈ 2 ഇഞ്ച് എന്നുള്ള ഒരു 4 5 ഇഞ്ച് ഇങ്ങോട്ടും എടുക്കുക, ഇങ്ങോട്ടും എടുക്കുക. ഇങ്ങനെയാണ് ഈ പീസ്. അപ്പോൾ ഇത് നിവർത്തി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത കഴുത്തിൻ്റെ അതേ അളവാണ്. ഇത് നമ്മൾ വെച്ച് ബോഡിയിൽ വെച്ച് അടിക്കുന്നതാണ്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതേപോലെ ബാക്ക് പാർട്ടും ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ റൗണ്ടായിട്ട് ഉള്ളത്. അപ്പോൾ റൗണ്ടിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ ഇങ്ങനെ റൗണ്ടാക്കാതെ സ്ട്രെയിറ്റ് തന്നെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ റൗണ്ടിന് റൗണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമുക്ക് എന്താണ് ഫ്രണ്ട് കഴുത്തിനുള്ളതും കട്ട് ചെയ്തു, ബാക്ക് കഴുത്തിനുള്ളതും പീസ് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഞാൻ ജോയിൻ്റ് ആയിട്ടുള്ള കൈ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കാരണം പലർക്കും ഇപ്പോൾ ടോപ്പിൻ്റെ കൈ ജോയിൻ്റ് പീസായിരിക്കും, ജോയിൻ ചെയ്യേണ്ട വിധത്തിലുള്ള പീസായിരിക്കും കിട്ടിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് ചിലർക്ക് ജോയിൻ ചെയ്താലും കിട്ടും. ഇപ്പോൾ നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജോയിൻ ചെയ്താലും തികയാത്ത പോലെ ഉണ്ടെങ്കിൽ പിന്നെ ചിലർ ഷോളിന്ന് മുറിച്ചിട്ട് കൈയാക്കും, എന്നിട്ട് ഷോൾ വേറെ കോട്ടൺ പ്ലെയിൻ എന്തെങ്കിലും ആക്കും, അല്ലെങ്കിൽ വേറെ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന കളർ തുണി വേറെ തന്നെ വാങ്ങിയിട്ടും കൈ വെക്കാറുണ്ട്. അപ്പം ഇങ്ങനെ പീസ് കിട്ടുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് കൈ കട്ട് ചെയ്യേണ്ടതെന്ന് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ ബോഡി പാർട്ടും കൈയിൻ്റെ പീസും എല്ലാം കട്ട് ചെയ്ത് റെഡിയായി നിൽക്കുക. ഇൻഷാല്ലാ അടുത്ത് തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് കാണിക്കുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹവും താല്പര്യമുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. കാരണം ഇതിങ്ങനെ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെ കുറേ രീതികളുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ കുറേ കാലമായിട്ട്, അതായത് 18 വർഷം പഠിപ്പിച്ച ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ കാരണം എല്ലാം ഒരു പ്രോപ്പർ ഇതിൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏത് അളവ് കിട്ടിയാലും ഏത് മോഡൽ കണ്ടാലും നമുക്ക് അടിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്കതിൻ്റെ ബേസ് നല്ലൊരു തറവായിട്ട് ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാവരും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം.